സർക്കാർ വികസന കാര്യങ്ങളിൽ കേരളത്തിന് ഏറ്റവും ഉയർന്ന മുൻഗണനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നമ്മുടെ എല്ലാ തൊഴിലുകളും, അതിനു വേണ്ടിയിട്ടുള്ള പരീക്ഷകൾ, ആ പരീക്ഷകൾ മലയാളം ഉൾപ്പെടെയുള്ള എല്ലാ പ്രാദേശിക ഭാഷകളിലും എഴുതാൻ കഴിയുന്ന വിധത്തിൽ ആ പരീക്ഷാ സംവിധാനത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. അതുമാത്രമല്ല, കേന്ദ്ര സർക്കാർ നമ്മുടെ പരമ്പരാഗത ചികിത്സാ സംവിധാനങ്ങൾ, ആയുർവേദം, യോഗ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ലോകത്തെ മുഴുവൻ തന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ 1.5 കോടിയിലധികം ആളുകൾ കേന്ദ്ര സർക്കാർ നൽകുന്ന സൗജന്യ ഭക്ഷ്യധാന്യ വിതരണത്തിന്റെ പ്രയോജനം ലഭിക്കുന്നവരാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ഏതാണ്ട് 5.5 കോടി പേർ 5.5 കോടി ആളുകൾക്ക് 5.5 കോടി രൂപ കേരളത്തിലെ ജനങ്ങൾക്ക് ആയുഷ്മാൻ ഭാരതിന്റെ പ്രയോജനം ലഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ 36 ലക്ഷത്തിലധികം വീടുകളിൽ ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് പൈപ്പ് വെള്ളം ലഭിക്കുന്ന, പൈപ്പിലൂടെ കുടിവെള്ളം കിട്ടുന്ന സംവിധാനം ഉണ്ടായിരിക്കുകയാണ്. കേരളത്തിലെ 40 ലക്ഷത്തോളം കർഷകർക്ക് കിസാൻ സമ്മാൻ നിധിയിലൂടെ സാമ്പത്തിക സഹായം ലഭിക്കുകയാണ്. കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അവർ സംരംഭകരാവുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഈ സംസ്ഥാനത്ത് 50 ലക്ഷത്തിലധികം മുദ്രാ വായ്പകൾ വിതരണം ചെയ്തിരിക്കുകയാണ്. അതിൽ ബഹുഭൂരിപക്ഷവും നമ്മുടെ സഹോദരിമാർക്കാണ് അതിന്റെ പ്രയോജനം ലഭിച്ചിട്ടുള്ളത്. വന്ദേ ഭാരത് മുതൽ വിവിധ ഹൈവേ പദ്ധതികൾ വരെ കേരളത്തിലുണ്ടായിട്ടുള്ള പുത്തൻ തലമുറയിൽപ്പെടുന്ന അടിസ്ഥാന സൗകര്യ വികസനം, ആ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളും കേരളത്തിൽ നടന്നിരിക്കുകയാണ്. साथियों, केरला में बीजेपी कभी सरकार में नहीं रही, लेकिन फिर भी हमने केरला के विकास का पूरा प्रयास किया है। मैंने अपना ट्रैक रिकॉर्ड आपके सामने रख दिया है, लेकिन कांग्रेस और कम्युनिस्टों के नए गठबंधन का हाल क्या है? उनका एक ही ट्रैक रिकॉर्ड है, एक ही उपलब्धि है। कैसे उन्होंने पूरे देश को दशकों तक एक ही परिवार के कब्जे में रखा। उनके लिए परिवार का हित देश के करोड़ों परिवारों से ऊपर रहा है। कांग्रेस का यही रंग अब कम्युनिस्टों पर भी छा चुका है। केरला में उनकी भी सरकार इसी मॉडल पे चल रही है, क्योंकि ये लोग केरला में तो एक दूसरे के दुश्मन है, लेकिन केरला के बाहर बाकी देश में ये एक दूसरे के बीएफएफ यानी बेस्ट फ्रेंड फॉर एवर है। आप देखिए, केरला में लोग एक दूसरे पर हत्या का आरोप लगाते हैं, एक दूसरे के कार्यकर्ताओं का जीवन संकट में डालते हैं। कांग्रेस ने तो कम्युनिस्ट सीएम पर घोटालों के आरोप भी लगाए और उन्होंने फांसीवादी तक बता डाला। जवाब में कम्युनिस्ट सरकार ने कांग्रेस के लोगों पर लाठीचार्ज कराया। कम्युनिस्ट अब कांग्रेस की पिछली सरकारों को घोटालों का जिम्मेदार बता रहे हैं। ये लोग कांग्रेस के युवराज को केरला से बाहर रहने की नसीहत भी दे रहे हैं, लेकिन केरला के बाहर
ये इंडी गठबंधन की बैठक में कम्युनिस्ट और कांग्रेस साथ साथ बैठते हैं, बगल बगल में बैठते हैं, समोसा खाते हैं, बिस्किट खाते हैं, चाय पीते हैं। यानी तिरुवनंतपुरम में कुछ और भाषा, दिल्ली में कुछ और बोली। इस धोखाधड़ी का जवाब केरल के मेरे भाइयों बहनों आने वाले चुनाव में हर केरला का नागरिक देने वाला है। സുഹൃത്തുക്കളെ, കേരളം ബി.ജെ.പി. ഒരിക്കലും ഭരണത്തിലിരുന്ന പാർട്ടിയല്ല. പക്ഷേ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് എക്കാലവും ഭാരതീയ ജനതാ പാർട്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ഇവിടെ എന്റെ സർക്കാരിന്റെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസിന്റെയും CPM-ന്റെയും മുന്നണികൾ, ഈ മുന്നണിയുടെ പുതിയ മുന്നണി CPM കോൺഗ്രസ് മുന്നണിയുടെ അവസ്ഥ എന്താണ്? അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? അവരുടെ നേട്ടം എന്താണ്? അവരെങ്ങനെ ഈ നാടിനെ ദശകങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ഒരൊറ്റ കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ നാടിനെ അടിയറ വെച്ചു. അവർക്ക് ഒരൊറ്റ കുടുംബത്തിന്റെ താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങളാണ് നാട്ടിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ താല്പര്യങ്ങളെക്കാൾ വലുത്. കോൺഗ്രസിന്റെ ഈ സമീപനം അതേ സമീപനം ഇപ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും അവലംബിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കോൺഗ്രസിന്റെ കുടുംബവാഴ്ചയുടെ, കുടുംബാധിപത്യത്തിന്റെ അതേ മാതൃകയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം കേരളത്തില് ഇവര് പരസ്പരം ശത്രുക്കളായിട്ടാണ് അഭിനയിക്കുന്നത്. പക്ഷെ കേരളത്തിന് പുറത്തു പോയാൽ ഇവരേറ്റവും അടുത്ത ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ, BFF ആണ്. നിങ്ങൾ നോക്കണം, കേരളത്തിലെ ആളുകൾ, കേരളത്തിൽ ഈ രണ്ട് മുന്നണികൾ പരസ്പരം ആരോപണം ഉന്നയിക്കുന്നവരാണ്. പരസ്പരം കൊലപാതകങ്ങളുടെ ആരോപണങ്ങളുണ്ട്, പ്രവർത്തകർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളുടെ ആരോപണമുണ്ട്. കോൺഗ്രസ് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കുംഭകോണം നടത്തുന്നു, ഫാസിസ്റ്റ് ആണ് എന്നൊക്കെയാണ്. മറുപടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ പറയുന്നത് കോൺഗ്രസുകാര് ഈ ആരോപണത്തെ നേരിടുന്നത് ലാഠി കൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ആ സർക്കാർ കോൺഗ്രസിന്റെ മുൻകാല സർക്കാരുകളുടെ അഴിമതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതിന് മറുപടി പറയുന്നത്. പക്ഷേ കേരളത്തിന് പുറത്തു പോകുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഈ രണ്ട് പാർട്ടികളുടെ നേതാക്കന്മാർ ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച് ചായ കുടിക്കുന്നു, ഒരുമിച്ച് ബിസ്ക്കറ്റ് കഴിക്കുന്നു, ഒരുമിച്ച് സമൂസ കഴിക്കുന്നു. അങ്ങനെ അവര് കേരളത്തിന് തിരുവനന്തപുരത്ത് വരുമ്പോ പറയുന്ന ഭാഷയൊന്ന്, അവരുടെ വാക്കുകളൊന്ന്, തിരുവനന്തപുരത്തിന് പുറത്തു പോയാൽ, ഡൽഹിയിൽ ചെന്നാൽ അവരുടെ പെരുമാറ്റം വേറെയൊന്ന്. ഈ ഇരട്ടത്താപ്പ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ മറുപടി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. साथियों, केरला की पहचान है टूरिज्म से लेकर के टैलेंट से, लेकिन कांग्रेस और कम्युनिस्टों ने इसे घोटालों और अराजकता की पहचान देने की कोशिश की है। केरला के लोग हर किसी के लिए अपने आतिथ्य भाव के लिए जाने जाते हैं, लेकिन कांग्रेस और कम्युनिस्ट, इनका एक ही एजेंडा रहता है, कैसे Right, Prime Minister Narendra Modi there speaking in Thiruvananthapuram as he takes on the left and the Congress. Let's get back to it. ऐसी स्थितियां बना दी कि यहां नई इंडस्ट्रीज आने से डर लगी है। इसी का असर है कि यहां के लोगों के लिए नौकरी ढूंढ पाना मुश्किल होता जा रहा है। एक बार कांग्रेस
फिर कम्युनिस्ट, एक बार कम्युनिस्ट, फिर कांग्रेस। केरला में बस सरकार बदलती है, हालात नहीं बदलते। अब की बार ये लोकसभा चुनाव केरला के हालात बदलने का मौका है। पहली बार केरला के पास नई राजनीति के उदय का मौका है। സുഹൃത്തുക്കളെ, കേരളത്തെ ലോകമറിയുന്നത് വിനോദസഞ്ചാരത്തിന്റെ നാടായിട്ടാണ്, കഴിവുറ്റ ചെറുപ്പക്കാരുടെ നാടായിട്ടാണ്. പക്ഷേ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും കേരളത്തെ അഴിമതിയുടെയും അക്രമങ്ങളുടെയും നാടായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ആതിഥ്യ ഭാവമുള്ള, എല്ലാവരെയും സ്വീകരിക്കുന്ന ജനങ്ങളായിട്ടാണ്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും അവർക്കൊരൊറ്റ അജണ്ട മാത്രമേ ഉള്ളൂ: എങ്ങനെ ആളുകളെ തമ്മിലടുപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടത്തിക്കൊണ്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയും. കേരളത്തിലെ ആളുകൾ ദശാബ്ദങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് കേരളത്തിലെ ജനങ്ങൾ വ്യാപാരത്തിലും വ്യവസായത്തിലുമൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് സർക്കാരുകൾ കേരളത്തിലെ സാഹചര്യങ്ങൾ മാറ്റി പുതിയ വ്യവസായങ്ങൾ തുടങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിന്റെ ഫലമെന്താ? അതിന്റെ കാരണം, അതിന്റെ ഫലമായിട്ട് കേരളത്തിലെ സാധാരണക്കാർക്ക് തൊഴിൽ ലഭിക്കാത്ത സാഹചര്യം, ആ തൊഴിൽ ലഭിക്കാത്ത ഒരു സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഒരു തവണ കോൺഗ്രസ്, അടുത്ത തവണ കമ്മ്യൂണിസ്റ്റുകാർ, ഒരു തവണ കമ്മ്യൂണിസ്റ്റുകാർ, അടുത്ത തവണ കോൺഗ്രസ്. അങ്ങനെ കേരളത്തിൽ സർക്കാരുകൾ മാറുന്നു, കേരളത്തിലെ സാഹചര്യങ്ങളിൽ മാറ്റം വരുന്നില്ല. ഈ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ സാഹചര്യങ്ങളിൽ മാറ്റം വരുത്താൻ അതിനു വേണ്ടിയിട്ടുള്ള അവസരമാണ്. അതുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയത്തിന്റെ ഉദയം, ഒരു പുതിയ കേരളത്തിന്റെ സൃഷ്ടി, ആ പുതിയ കേരളത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള അവസരമാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. साथियों, बीजेपी का एक ही मंत्र है: सबका साथ, सबका विकास, सबका विश्वास और सबका प्रयास। हमारे लिए हर समुदाय, हर जाति और हर क्षेत्र महत्वपूर्ण है। हमने हर वर्ग को सम्मान और स्वाभिमान से जोड़ने की कोशिश की है। हमने देश के हर नागरिक की उन्नति के लिए काम किया है। युद्ध क्षेत्रों से नरसेज को, हर धर्म के लोगों को निकालना हो या ट्रिपल तलाक का कानून पास करना हो, हमारी सरकार ने सबकी सरकार और सबके लिए सरकार के मंत्र पर काम किया है। हम तीसरे कार्यकाल में भी इसी भावना के साथ आपकी सेवा करते रहेंगे, काम करने वाले हैं। इसी विश्वास के साथ आप सभी को एक बार फिर नमस्कारम, धन्यवाद। സുഹൃത്തുക്കളെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ മുദ്രാവാക്യം ഒരൊറ്റ മുദ്രാവാക്യം, ആ മുദ്രാവാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം: